ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ കപ്പയാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പ നന്നായി ഉടഞ്ഞു വരാനുള്ള പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പീസ് ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, 8 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ 3 സവോള. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഇനി ബീഫ് നന്നായി കഴുകി വാരിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ബീഫാണ്. നിങ്ങൾക്ക് എല്ലുള്ള ബീഫാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രോസൺ ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു 7 വിസിൽ വരെ ഇതിനടുപ്പിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 പച്ചമുളകും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് ഇറച്ചി മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ബീഫ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മസാല പിടിക്കുന്നിടം വരെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ബീഫായിരുന്നു ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ച് കറി എടുത്ത് ഞാൻ മാറ്റി വെക്കുവാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ബീഫിനകത്തോട്ട് ചേർത്ത് നന്നായി ഉടച്ച് ഇളക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്